എന്നോട് ചിലർ ചോദിക്കുന്നു, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തിന് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം? ന്യായമായ ചോദ്യമാണ്, വ്യക്തമായ ഉത്തരങ്ങൾ ആവശ്യവുമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 60 വർഷം ഭരിച്ചവർക്ക് സാധിക്കാത്തത് വെറും 11 വർഷങ്ങൾ കൊണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കൈയിട്ട് വാരാതെ ഇരുന്നാൽ വികസനം താനേ ഉണ്ടാകുമെന്ന് നരേന്ദ്രമോദി തെളിയിച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരിക്കും എന്നല്ലേ ചോദ്യം. ഒരു 50 എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് കപ്പൽ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് നിർമ്മിച്ചു. 11 കോടി ടോയ്ലറ്റുകൾ നിർമ്മിച്ചു. 262 മെഡിക്കൽ കോളേജുകൾ നിർമ്മിച്ചു. 7 IIT-കൾ സ്ഥാപിച്ചു. 15 എയിംസുകൾ സ്ഥാപിച്ചു. രാമക്ഷേത്രം പണിതു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഫറൻസ്, കൺവെൻഷൻ, എക്സിബിഷൻ ഹാളുകൾ. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. GDP നിരക്ക് 6.3%. തുടർച്ചയായി 105 മണിക്കൂറും 35 മിനിറ്റും കൊണ്ട് 75 കിലോമീറ്റർ ബിറ്റുമിനസ് പാത നിർമ്മിച്ചതിന്റെ ഗിന്നസ് റെക്കോർഡുണ്ട്. 2014 നിർമ്മിച്ച റോഡുകൾ പ്രതിദിനം 2 കിലോമീറ്റർ എന്നായപ്പോൾ 2023 അത് 68 കിലോമീറ്ററായി. ലോകത്തിലെ 2ാമത്തെ ഫോൺ നിർമ്മാതാക്കളായി ഇന്ത്യ. ഇന്ത്യയിലെ ലോകത്തെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറ്റി. ഗോതമ്പിന്റെയും അരിയുടെയും ഏറ്റവും വലിയ ഉൽപ്പാദകരാക്കി മാറ്റി. ഏറ്റവും വിജയകരമായ G20 ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിച്ചു. ആഫ്രിക്കൻ യൂണിയൻ G20-യിൽ ഉൾപ്പെടുത്തി അതിനെ G21 ആക്കി. 2014 സ്റ്റാർട്ടപ്പുകൾ വെറും 98 എണ്ണം മാത്രമുള്ളപ്പോൾ 2023 കഴിഞ്ഞുള്ള സ്റ്റാർട്ടപ്പുകൾ 1 ലക്ഷമായി. ഇന്ത്യ ഒട്ടാകെ ഖേലോ ഇന്ത്യ ഗെയിംസ്, യൂത്ത് ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവ സംഘടിപ്പിച്ചു. തൽഫലമായി ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും അധികം മെഡലുകൾ നേടിയത് ഇന്ത്യയാണ്. വനിതാ സംവരണ ബിൽ പാസാക്കി. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തു. മുത്തലാഖ് നീക്കം ചെയ്തു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ചാർ ധാം പദ്ധതി, സ്വച്ഛ് ഭാരത് അഭിയാൻ, VIP സംസ്കാരം ലാൽബതി നിർത്തലാക്കി. ഭാരത് മാല, സാഗർമാല, സൊജില ടണൽ, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, നോട്ട് നിരോധനം, അടൽ സേതു, സുദർശൻ സേതു, OROP നടപ്പിലാക്കി. ഗസ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ 36 എണ്ണം. ആയുഷ്മാൻ ഭാരത് 30 കോടിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി. ഗ്രാമ വ്യവസായ വിൽപ്പന 1,28,000 കോടി 4 മടങ്ങ് വർദ്ധിച്ചു. സർവകലാശാലകൾ 723 നിന്നും 1180 ആക്കി. ISROയുടെ ബഡ്ജറ്റ് 12,600 കോടി. ഒന്നും കാണാത്തവർക്ക്, അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കാത്തവർക്ക് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. ലോകത്തിനു മുന്നിൽ ഇന്ത്യ കുതിച്ചുയരുന്ന സാമ്പത്തിക ശക്തിയാണ്. നരേന്ദ്രമോദി ലോകാരാധ്യനായ നേതാവ്. ഇതൊക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള വിഭവശേഷി ഈ രാജ്യത്തിനുണ്ട്. കക്കാതെ ഇരുന്നാൽ മതി.